നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മെയ് മാസം 4-ാം തീയതി വ്യാഴാഴ്ച ദിവസം, നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതാണ്. അതിനായി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒന്നാമത്തെ അറിയിപ്പ്, 3 മാസം തുടർച്ചയായി നിങ്ങൾ റേഷൻ വിഹിതം വാങ്ങിയില്ല എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് പൊതുവിഭാഗത്തിലേക്ക് മാറ്റപ്പെടുന്നതാണ്. അതായത് ഈ ഒരു ഒഴിവിലേക്ക് പൊതുവിഭാഗത്തിൽ മുൻഗണനാ കാർഡിന് അർഹതയുള്ളവരെ മഞ്ഞ, പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണിക്കുന്നതാണ്. അതായത് നിലവിൽ നിങ്ങൾ മഞ്ഞ, പിങ്ക് വിഭാഗം റേഷൻ കാർഡ് ഉടമകളാണെങ്കിൽ നിങ്ങൾ തുടർച്ചയായി 3 മാസം റേഷൻ വാങ്ങിയില്ല എങ്കിലാണ് നിങ്ങളുടെ ആ ഒരു റേഷൻ കാർഡ് പൊതുവിഭാഗത്തിലേക്ക് മാറ്റപ്പെടുന്നത്. ആ ഒരു റേഷൻ കാർഡ് തരം മാറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് BPL റേഷൻ കാർഡിന് ലഭിക്കുന്ന ഒരു ആനുകൂല്യങ്ങളും, അതായത് മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. അത്തരത്തിൽ തീർച്ചയായും നിങ്ങളുടെ ആനുകൂല്യം നഷ്ടപ്പെടരുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റേഷൻ വിഹിതം നിർബന്ധമായും വാങ്ങിയിരിക്കണം. അടുത്തതായി സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. AY കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. PHS കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. NPS കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. അതായത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. NPNS കാർഡിന് 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതായത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. അടുത്തതായി സംസ്ഥാനത്തെ എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 2000 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. UDF സർക്കാരിന്റെ ഒരു പ്രഖ്യാപനമാണ് ഈ ഒരു പെൻഷൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 3000 രൂപയിലേക്ക് എത്തിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അടുത്ത ബജറ്റിൽ തന്നെ 500 രൂപയുടെ വർധനവ് ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2500 രൂപ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസം മുതൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഒരു ജൂൺ മാസം പകുതിയിലാണ് സംസ്ഥാന സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം ഉണ്ടാവുക. ഈ ഒരു ബജറ്റിൽ തന്നെയായിരിക്കും മറ്റ് സാമൂഹ്യ പദ്ധതികൾക്കായുള്ള തുകയുടെ വകയിരുത്തൽ പ്രഖ്യാപനവും. പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. അടുത്ത ദിവസങ്ങളിലും മഴ തുടരും. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുകയാണ്. നാളെയോടെ കാലവർഷത്തിന് തുടക്കമാകുമെന്നാണ് അറിയിപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. കാലവർഷം നാളെ എത്തും. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 2026 ജൂൺ 4 കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യത എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതോടൊപ്പം തെക്ക് പടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങൾ, ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങൾ, ബംഗാൾ ഉൾക്കടലിന്റെ വിവിധ ഭാഗങ്ങൾ, കിഴക്കൻ, മധ്യ പടിഞ്ഞാറൻ, തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ ഉൾപ്പെടെ കാലവർഷം വ്യാപിക്കാനാണ് സാധ്യത. തെക്കൻ കേരള തീരത്തേക്ക് ചേർന്ന് തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, MVDയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത്. രക്ഷിതാക്കൾക്ക് മുന്നറിയിപ്പുമായി MVD. കുട്ടികളെ സ്കൂൾ ബസ്സുകളിൽ തന്നെ അയക്കണമെന്നാണ് നിർദ്ദേശം. കുട്ടികളെ ഓട്ടോയിൽ സ്കൂളിൽ അയക്കുന്നത് ഒഴിവാക്കണമെന്നും ഓട്ടോറിക്ഷകളിൽ പരിധിയിൽ കൂടുതൽ കുട്ടികളെ കയറ്റരുതെന്നും നിർദ്ദേശമുണ്ട്. ഇത് അപകടങ്ങൾക്ക് കാരണമാകുമെന്നും MVD നിർദ്ദേശിച്ചു. ഓട്ടോറിക്ഷ ഹബ്ബ് കയറിയപ്പോൾ കുട്ടി പുറത്തേക്ക് തെറിച്ചു വീണ സംഭവം ചൂണ്ടിക്കാട്ടിയാണ് അധികൃതരുടെ നിർദ്ദേശം. നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ വിടരുത്. വാഹനങ്ങളിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് കൈയും തലയും ഇടാനുള്ള സാധ്യത കൂടുതലാണെന്നും MVD പറഞ്ഞു. സ്വകാര്യ സ്കൂൾ വാഹനങ്ങളിൽ കർശനമായ സർപ്രൈസ് പരിശോധനയ്ക്കും MVD ഒരുങ്ങുന്നുണ്ട്. സ്കൂൾ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഡ്രൈവർമാർക്ക് മദ്യലഹരി പരിശോധനകൾ നടത്തും. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്ത നടപടികൾ സ്വീകരിക്കും.
പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.